ഇതൊരു 27 ഇഞ്ച് 5K 2017 മോഡൽ iMac ആണ്. ഇത് കംപ്ലീറ്റ് ഡെഡ് ആണ്. ഇത് ഡെഡ് ആയിട്ട് വരുന്ന സാധാരണ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതിൻ്റെ SMBS കംപ്ലൈൻ്റ് ആയിട്ട് ഇത് ഡെഡായിട്ട് വരും, അല്ലെങ്കിൽ മദർ ബോർഡ് കംപ്ലൈൻ്റ് ആയിട്ടും ഇത് ഡെഡായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ മോഡൽ സാധാരണഗതിയിൽ SMBS കംപ്ലൈൻ്റ് ആണെങ്കിലും മദർ ബോർഡ് കംപ്ലൈൻ്റ് ആണെങ്കിലും നമുക്കിത് റിപ്പയർ ചെയ്യാവുന്നതാണ്. മദർ ബോർഡ് കംപ്ലൈൻ്റ് ആണെങ്കിൽ മദർ ബോർഡ് ചിപ്പ് ലെവൽ ചെയ്ത് ശരിയാക്കാം. ഇപ്പോൾ ഈ iMacൻ്റെ മദർ ബോർഡാണ് കംപ്ലൈൻറ്റ്. ഇപ്പോൾ ഈ മദർ ബോർഡ് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൻ്റെ ചിപ്പ് ഇവിടെ ബ്രോക്കൺ ആയിട്ടിരിക്കുകയാണ്. ഈ ചിപ്പ് ഇവിടെ ഡാമേജ് ആയിട്ടുണ്ട്. ഈ ചിപ്പ് ഡാമേജ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ USB പോർട്ടിൽ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള ആക്സസറീസ് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് സപ്ലൈ എല്ലാം കയറി പോയിട്ടായിരിക്കാം ഈ ചിപ്പ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് ചിപ്പ്, ഇത് ഇതിൻ്റെ പ്രോസസ്സറാണ്. അപ്പോൾ ഈ ചിപ്പ് ഈ മദർ ബോർഡിൻ്റെ മെയിൻ ചിപ്പാണ്. ഈ ചിപ്പാണ് ഈ മദർ ബോർഡ് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. ഇതിന് PCH എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചിപ്പ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചിപ്പ് മാറ്റിയിട്ട് ഇത് റെഡിയാക്കാം. അപ്പോൾ ഈ ചിപ്പ് ഇനിയിപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുതിയ ചിപ്പിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഈ ഡാമേജ് ആയ ചിപ്പ്. ഇത് നമ്മൾ BGM മെഷീൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോർഡ് വർക്കിംഗ് ആയിട്ടുണ്ട്.
അപ്പോൾ ഐമാക്കിന് ഇതേപോലെ മദർ ബോർഡിൽ ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ നമുക്ക് ചിപ്പ് ലെവൽ ചെയ്ത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അഡ്വാൻസ് ലെവൽ ടൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മദർ ബോർഡിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏത് ചിപ്പിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും ചിപ്സെറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ SMBSന് ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ, ഡിസ്പ്ലേയുടെ കംപ്ലൈൻറ്റുകൾ, സോഫ്റ്റ്വെയർ അപ്ഗ്രേഡേഷന്, അതേപോലെ ഹാർഡ് ഡിസ്ക് മാറ്റിയിട്ട് SSDയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നത്, അപ്പോൾ ഈ സർവീസസ് എല്ലാം തന്നെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ റിപ്പയറിംഗ് സംബന്ധമായിട്ട് മറ്റൊരു വീഡിയോയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.